ഹായ് ഹലോ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ പാടം വന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ, വെള്ളം അങ്ങനെ നിൽക്കുന്ന സ്ഥലമെന്നറിയാലോ. അപ്പോൾ അതല്ലാതെ ഞാനൊരു വിശേഷം കാണിച്ചു തരാം. ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഉണ്ടാവില്ലേ അവിടെ നിന്നൊക്കെ. ഉണ്ട്. എന്താണെന്നല്ലേ, എത്രത്തോളം അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. കണ്ടോ, മയിലുകളാണ് കേട്ടോ, നിറയെ ഉണ്ട്. വൈകുന്നേരം ഇപ്പോൾ അവർക്ക് നല്ല സുഖമല്ലേ, വെള്ളം കുടിക്കാൻ നടക്കും, വെള്ളം കുടിക്കൽ നടക്കും. അതുപോലെ നെല്ലൊക്കെ ഉണ്ടാവും, പാടത്ത് നെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൊത്തിപ്പെരുക്കി തിന്ന് വിശപ്പടക്കലാണ് അവരുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുത്തനുണ്ട് കണ്ടോ. ഇതാ ഇവൻ ഒരൊറ്റ എണ്ണത്തിന് ഇവിടെ ഒന്നും നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പം നിറയെ ഇപ്പം ഈ വെള്ളമൊക്കെ വന്ന കാരണം നിറയെ മയിലുകൾ വന്നിട്ട് ഇതൊക്കെ കൊത്തിപ്പെറുക്കി തിന്നുമായിരുന്നു. ഇവൻ എല്ലാത്തിനും ഓടിച്ചു വിട്ടു. അപ്പം എല്ലാം ഓടിപ്പോയി കേട്ടോ. എന്നാലും ഈ ഒരു കാഴ്ചയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പക്ഷെ കുറവാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു മടിയുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. വേണ്ട കേട്ടോ, മടിച്ച് നിൽക്കണ്ട. സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എന്നെപ്പോലെയുള്ളവർക്ക് മുന്നോട്ട് വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു അറിവ്, അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ, ഇതൊക്കെയാണ്. പിന്നെ വേറെ ഞാൻ ലോങ് കാഴ്ചയല്ലേ കാണിച്ചു തന്നെ, ഇനി അടുത്തുള്ള കാഴ്ച കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലുള്ള നിറയെ ചെടികളുണ്ട്, നിറയെ പൂക്കളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ വീടിൻ്റെ പരിസരം. കണ്ടോ, മഴക്കാലമായ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നിറയെ വെള്ളമായിരിക്കും. നമുക്ക് സൗകര്യങ്ങൾ നമ്മൾ നടന്നിട്ട് തന്നെയാണ് വരിക. കുറച്ച് ദൂരെയാണ് റോഡ്. വണ്ടി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ എന്ന് തോന്നുന്നു. അത്ര ദൂരെയാണ് റോഡ്. അപ്പോൾ അത് നമുക്ക് നടക്കാനുള്ള സൗകര്യം ഈ തോട്ട് വരമ്പ് പിന്നെ ഈ പാടമൊക്കെയാണ്. ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും ഇത്രയും സൗകര്യങ്ങളില്ലാത്ത ഒരുപാട് പേര്, കിടക്കാനൊരു വീടില്ലാത്ത ഒത്തിരി പേരെ നമുക്കറിയാം. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് തന്നെ പറയാം. ഞാനിവിടെ വന്നിട്ട് ഇവിടെ വീട് വെച്ചിട്ട് 15 വർഷമായി. അപ്പം ഈ വെള്ളവും ചേറും ചളിയും മയിലും പൂക്കളും തോടും ഒക്കെയാണ് എൻ്റെ വിശേഷങ്ങളിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുക. ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടാവും എന്ന വിശ്വാസത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം, കൂടെ ഉണ്ടാവണം എല്ലാവരും. അപ്പോൾ ഓക്കെ, ബായ്.